പലപ്പോഴും സിനിമകളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബോഗൺവില്ല എന്നുള്ള സിനിമയിൽ നിന്നും അതിനകത്ത് കാണുന്ന ഇന്റൻഷണൽ ആയിട്ട് ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ആ ഒരു ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ ഈ വിക്ടിമിന് എന്തെല്ലാം സംഭവിക്കുന്നു എന്നും എങ്ങനെയാണ് വിക്ടിം അവിടെ അവനവന്റെ ചോയ്സ് ഇല്ലാതെ കൺഫ്യൂഷനിലും ഗിൽട്ടിലും പെട്ടുകൊണ്ട് ഈ ഒരു കുറ്റവാളി, ഈ ഒരു പെർപെട്രേറ്റർ നടത്തുന്ന ആ ഒരു നെറേറ്റീവിന്റെ ഭാഗമായി മാറുന്നത് എന്നും കഥയറിയാതെ ആട്ടം കാണാന്ന് പറയുന്നത് പോലെ കഥയറിയാതെ ആ ഒരു നാടകത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു കൺഫ്യൂഷനിലും ഗിൽട്ടിലും അവനവന്റെ സെൻസ് ഓഫ് സെൽഫും സെൻസ് ഓഫ് കൺട്രോൾ എന്നുള്ളതും, അതായത് ഞാൻ ഹെൽപ്ലെസ് ആണ് എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്നും എനിക്ക് ചോയ്സസ് ഇല്ല എന്നുള്ള ഫീലിംഗിലൂടെ എങ്ങനെയാണ് ഈ ഒരു സ്പേസിലൂടെ കടന്നു പോകുന്നത് എന്നും അവസാനം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ കൺട്രോൾ എന്താണ്, എന്റെ ചോയ്സ് എന്താണ്, ഇതിനകത്ത് എന്റെ റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പെർപെട്രേറ്ററിൽ നിന്നും ഈ ഒരു കുറ്റവാളിയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ളത് വിശകലനം ചെയ്യാനായിട്ടുള്ള നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു സിനിമ. തുടക്കമേ പറയട്ടെ, ഇതിനകത്ത് ഈ ഒരു ഫിലിമിന്റെ കഥയെ പറ്റിയിട്ടുള്ള ചെറിയൊരു രൂപമൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് സ്പോയിലർ അലേർട്ട് ഉണ്ട്. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്രൈം, ആ ഒരു സൈക്കോപ്പത്തിക് ആയിട്ടുള്ള ഒരു ട്രേറ്റ്സും അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്ന സീരിയൽ കില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഇതിനകത്ത് വലിയ കമ്പോണന്റ് ആണ് ഫിലിമിൽ. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു എക്സ്ട്രീം കമ്പോണന്റ് എടുത്തു മാറ്റിയാൽ നമ്മുടെയൊക്കെ സാധാരണ ലൈഫിൽ ഇത്തരം ഗ്യാസ് ലൈറ്റിംഗ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, അത്രയും വലിയ ഒരു ഫാക്ടർ എടുത്തു മാറ്റി സാധാരണ രീതിയിലുള്ള ഒരു ലൈഫാണെന്ന് കരുതുക, ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റി ഈ ഒരു ഫിലിമിലാണെങ്കിൽ ഈ ഒരു വിക്ടിമിന് മറവിരോഗം ഉണ്ടാവുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഫാക്ടറാണ് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ എഫക്ട് ഒരു 100,000 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മറവിരോഗം ഇല്ല എന്നുണ്ടെങ്കിലും, ഇത്തരം വലിയൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്രൈം നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ബാധിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പലപ്പോഴും ഒരുപാട് സമയം മുന്നോട്ട് പോകാനായിട്ട് കാരണമാവുകയും ആ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള സ്പേസിൽ നമ്മളുടെ ജീവിതം 10 വർഷം 15 വർഷം 30 വർഷം 40 വർഷം മുന്നോട്ട് പോകുന്നതിനും വലിയ ഒരു കാരണമായിട്ട് അത് മാറാറുണ്ട്. എങ്ങനെയാണ് എന്നുള്ളതും അതിന്റെ ലെയേഴ്സ് എത്രമാത്രം കൺഫ്യൂസിങ് ആണ് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും ബോധിയിലേക്കല്ല, എല്ലാവർക്കും സീൻ ആൻഡ് ഹേർട്ട് ക്ലിനിക്കിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോക്സിക് ആയിട്ടുള്ള ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ പൊതുവെ കുറവായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? ഇത്തരം സ്പേസസിലെല്ലാം തന്നെ അങ്ങനെയുള്ള അവയർനെസ് വർദ്ധിപ്പിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മളുടേതായിട്ടുള്ള നീഡ്സിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ നെറേറ്റീവ്സിലേക്ക് പെട്ടെന്ന് ചാടിപ്പോവാതെ നമ്മളുടേതായിട്ടുള്ള സ്പേസിൽ തന്നെ നിന്നുകൊണ്ട് നാവിഗേറ്റ് ചെയ്യാനും നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്. അത്തരം ഒരു അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് സീൻ ആൻഡ് ഹേർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ പേര് സീൻ ആൻഡ് ഹേർട്ട് എന്നുള്ള സീൻ ആൻഡ് ഹേർട്ട് ക്ലിനിക്ക് എന്നുള്ള രീതിയിലേക്ക് പേര് മാറ്റിയതായിട്ട് എല്ലാവരും ഒന്നും കൂടി അറിയിക്കുകയാണ്. ബോധി എന്നുള്ള നമ്മളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടാണ് സീൻ ആൻഡ് ഹേർട്ട് എന്നുള്ളൊരു പേരിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മീഡിയ എന്നുള്ളതും സിനിമകൾ എന്നുള്ളതും സീരീസ് എന്നുള്ളതും എല്ലാം തന്നെ ഒരു സ്റ്റെപ്പ് കൂടി പിന്നിലേക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ആർട്ട് എന്നുള്ള രീതിയിൽ തന്നെ കാണുമ്പോൾ നമുക്ക് ആ ഒരു പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വലിയ ഒരു മീഡിയ തന്നെയാണത്. ആ ഒരു രീതിയിലൂടെ കണക്കാക്കുമ്പോൾ സിനിമകൾ നമ്മളെ സ്വാധീനിക്കുന്നതും ചെറുതായിട്ടൊന്നുമല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാ സിനിമകളും എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് കാലത്തെ കുറേ സിനിമകൾ മുതലെടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിലും നമുക്ക് ഇങ്ങനെയുള്ള പാറ്റേൺസിനെ പറ്റി തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിനകത്ത് നിന്ന് ക്ലാരിറ്റി കിട്ടാനും നമുക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യാറുണ്ട്. ഈ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫിലിമാണ് ബോഗൺവില്ല എന്നുള്ള ഫിലിം. ഈ ഫിലിമിനകത്ത്
ഇതൊരു ത്രില്ലറായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഒരു സീരിയൽ കില്ലറാണ് ഇതിനകത്തെ വില്ലൻ. ആ വില്ലനിലേക്ക് പിടിക്കുന്നതിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ പ്രധാന ചർച്ചാ വിഷയം എന്നുണ്ടെങ്കിലും നമ്മളുടെ വിഷയം അതൊന്നുമല്ല. നമ്മളുടെ വിഷയം ഇതിനകത്തെ മാനിപ്പുലേഷനാണ്. നമ്മളുടെ വിഷയം ഇതിനകത്ത് വരുന്ന ഇൻറ്റൻഷനൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആണ്. മറ്റ് വിവരങ്ങളെല്ലാം തന്നെ, അതായത് അതിൻ്റെ സ്റ്റോറിയുടെ മെയിൻ കമ്പോണൻ്റ് എന്താണ്, വില്ലൻ എന്താണ്, അവസാനം വില്ലനെ എങ്ങനെ പിടിക്കുന്നു, ഇതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്തെ ആ ഒരു ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ കമ്പോണൻറ്റും അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയുമാണ്. ഇതിനകത്ത് കാണിക്കുന്ന വില്ലൻ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൈക്കോപാത്തിക് ട്രൈറ്റ്സ് കാണിക്കുന്ന ഒരാളാണ്, അല്ലേ? അതായത് ആൾക്ക് ആ ഒരു എത്ര വലിയ കുറ്റകൃത്യം ചെയ്യുമ്പോഴും ആൾക്ക് അതിനകത്ത് തരുമ്പ് പോലും ഒരു റിഗ്രട്ടോ അല്ലെങ്കിൽ ഒരു മനസ്താപമോ അല്ലെങ്കിൽ ഒരു ഫീലിങ്സോ അതിനകത്ത് കാണുന്നില്ല. ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്യുമ്പോഴും വളരെ സിമ്പിളായിട്ടാണ് ആളതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ ആ ഒരു ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആളുടെ ഒരു സൈക്കോപ്പത്തിക് ആയിട്ടുള്ള ട്രേറ്റ്സ് നമുക്ക് അവിടെ എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്തെ അതുകൊണ്ട് തന്നെ ആൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടല്ല കാണുന്നത്. കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഒരാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രാൻഡിയോസിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയെങ്കിലും അവർക്കൊരു ഗിൽട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ അതല്ല. ആളുടെ ഇമേജ് അല്ല പ്രധാനം. ആൾക്ക് ആ ക്രൈമിലൂടെ ലഭിക്കുന്ന നിർവൃതിയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷമാണ് അയാളുടെ ഏറ്റവും പ്രയോറിറ്റി. ഈ രീതിയിൽ തന്നെ നോക്കുമ്പോൾ നമുക്കതിനകത്ത് ആളുടെ ഒരു ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ട്രേറ്റ്സും സൈക്കോപ്പത്തിക് ആയിട്ടുള്ള ട്രേറ്റ്സും ആണ് വളരെയധികം എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുക. ഇനി ആൾ യൂസ് ചെയ്യുന്ന മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ്, ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളതിലേക്ക് വരുമ്പോൾ സ്റ്റോറിയിൽ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണത്. എന്തിനാണ് ഈ വ്യക്തി ഇൻറ്റൻഷനലി ഈ ഗ്യാസ് ലൈറ്റിംഗ് യൂസ് ചെയ്യുന്നത്? അവിടെ ആ ഒരു വിക്ടിമിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് എന്താണ്. ഗ്യാസ് ലൈറ്റിംഗ് മുൻപിലുള്ള ഒരാളുടെ റിയാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ മുൻപിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതാം. ഈ വ്യക്തിക്ക് യാഥാർത്ഥ്യം എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ വ്യക്തി ആ അവയർനെസ്സിനേക്കാളും മേലെ എന്നെയാണ് ട്രസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റ് ഉപയോഗിച്ച് എനിക്ക് ആ വ്യക്തിയുടെ റിയാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിച്ചേക്കാം. ഇതിനെയാണ് നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് എൻ്റെ മേലുള്ള ട്രസ്റ്റിനെ ഞാൻ മിസ്യൂസ് ചെയ്യുകയും അതുവഴി എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ റിയാലിറ്റി എന്താണ് എന്നുള്ള നെറേറ്റീവിനെ വളച്ചൊടിക്കുകയും അത് മുഖേന ഈ വ്യക്തിക്ക് സ്വയമേ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഗ്യാസ് ലൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിലും ഗ്യാസ് ലൈറ്റിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ലാതെയുള്ള ഗ്യാസ് ലൈറ്റിങ്ങും ഇൻറ്റൻഷണൽ ആയിട്ടുള്ള മനഃപൂർവ്വമായി തന്നെയുള്ള ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളതും. എന്താണ് അൺഇൻറ്റൻഷണൽ ഗ്യാസ് ലൈറ്റിംഗ്, മനഃപൂർവ്വമല്ലാതെയുള്ള ഗ്യാസ് ലൈറ്റിംഗ്? ഉദാഹരണത്തിന് നമ്മൾ പെട്ടെന്ന് ട്രിഗേർഡ് ആവുമ്പോൾ, പെട്ടെന്ന് നമ്മളുടെ സേഫ്റ്റിയെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, പെട്ടെന്ന് നമ്മൾ ഡിഫെൻസീവായി നിന്നുകൊണ്ട് നമ്മളുടെ തെറ്റ് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഒരു ഇൻസെക്യൂർ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ്. പൊതുവെ കുറച്ചൊരു അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാരാണെങ്കിലും ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നത് വരുമ്പോൾ അത് മറയ്ക്കുന്നതിന് വേണ്ടി കുറച്ചും കൂടി അവർ ഡിഫെൻസീവായി നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴെല്ലാം അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൽ വിപരീതമാണ് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ്. ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് മനഃപൂർവ്വമായി തന്നെ മുൻപിലുള്ള വ്യക്തിയെ അവരെ ആ സത്യം തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ സത്യം എനിക്ക് എൻ്റെ റിയാലിറ്റി എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്നെ ഞാൻ ചെയ്യുന്നതാണ് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ്. ഇതിനെ പറ്റിയിട്ടെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് സീൻ ആൻഡ് ഹേർഡ് ക്ലിനിക്കിൻ്റെ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളൊരു വർക്ക്ഷോപ്പുണ്ട്, ഹാൻഡ്ലിംഗ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളൊരു വർക്ക്ഷോപ്പ്. അതിൽ വളരെ വിശദമായിട്ട് നമ്മൾ ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ആ ഒരു വർക്ക്ഷോപ്പ് പർച്ചേസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അതിലൂടെ വ്യക്തമായി ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള ഒത്തിരി ലെയേഴ്സ് ഉള്ളൊരു വിഷയമാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും എനിക്ക് നടക്കുന്ന ഗ്യാസ് ലൈറ്റിംഗ് എന്ത് രീതിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചേക്കും. ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആണ്. എന്താണ് ഇവിടുത്തെ ഇൻറ്റൻഷൻ? ഇവിടുത്തെ ഇൻറ്റൻഷൻ ഈ ഒരു
പെർപെട്രേറ്ററിന്, അതായത് ഈ ഒരു കുറ്റവാളിക്ക് അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിക്ക് അവനവന് രക്ഷപ്പെടണം, അവനവൻ ചെയ്യുന്ന ഒരു ക്രൈം പുറമേ ഉള്ള ആൾക്കാർ അറിയരുത്, അതിന് നിൽക്കുന്ന ഈ വിക്റ്റിമായിട്ടുള്ള വ്യക്തിയും ആ കാര്യം അറിയരുത്, അല്ലെങ്കിൽ ആ വിക്റ്റിം അതിന് കൂടെ നിൽക്കണം, എൻ്റെ നല്ല മുഖം പുറമേക്ക് നിൽക്കുക തന്നെ വേണം. ഇതാണ് അയാളുടെ ഇൻറ്റൻഷൻ. ഈ ഇൻറ്റൻഷന് വേണ്ടി പുറമേ ആ ഒരു ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വളരെ നല്ലവനാണ് എന്നുള്ള ഒരു ഇമേജ് നിലനിർത്തുന്നതിന് വേണ്ടി ആ ഇൻറ്റൻഷനോട് കൂടിയാണ് ഇയാൾ ആ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. എന്തെല്ലാമാണ് അയാൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് ലൈറ്റിംഗ്? ഏറ്റവും പ്രധാനമായി ഈ ഒരു വ്യക്തി പുറമെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജാണ് ഞാൻ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് എന്നുള്ളത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു തീമാണല്ലേ അത്. പൊതുവേ നർസിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ട്രൈറ്റ് ഉള്ള ആൾക്കാർ കഴിയുന്നതും പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഇമേജാണത്. ഞാൻ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്, പാരൻ്റാണ്, കോവർക്കറാണ്, അല്ലെങ്കിൽ കൊളീഗാണ്, സുഹൃത്താണ് എന്നൊക്കെ. ആ ഒരു ഞാൻ വളരെ കെയറിങ് ആണ് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി അവർ പലപ്പോഴും യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ ഒരു വിക്റ്റിമിനെ പറ്റി വളരെ കെയറോട് കൂടി തന്നെ സംസാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വിക്റ്റിമിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക. സോഷ്യൽ മീഡിയയിലും മറ്റും വിക്റ്റിമിന് കിട്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെപ്പറ്റി പ്രോത്സാഹനത്തോടു കൂടി തന്നെ പോസ്റ്റുകൾ ഇടുക, അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരോടെല്ലാം തന്നെ തൻ്റെ കെയറിനെയും കൺസേണിനെയും പറ്റി പങ്കുവയ്ക്കുക. ഈ രീതിയിലെല്ലാം തന്നെ ഞാൻ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഈ വിക്റ്റിമിൻ്റെ ഒരു വെൽബീയിങ് എന്നുള്ളത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് പുറമേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻറ്റൻഷനൽ ആയിട്ടുള്ള ആദ്യത്തെ ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഈ സിനിമയിലെല്ലാം തന്നെ ഈ ഒരു വ്യക്തി, ഈ ഒരു കുറ്റവാളി എല്ലാ സ്ഥലത്തും ഞാൻ എൻ്റെ ഭാര്യയെ പറ്റി എത്രമാത്രം കൺസേൺഡ് ആണെന്നറിയാമോ, ഈ ഒരു പ്രശ്നം വന്നതിൽ പിന്നെ അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടു, അത്രമാത്രം ചാലഞ്ചസിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ടും ഐ ആം ട്രൈങ് സോ ഹാർഡ് അവരെ ഹാപ്പി ആക്കി വെക്കാനും അവരെ കംഫർട്ടബിൾ ആക്കി വെക്കാനും ഞാൻ അത്രയും ട്രൈ ചെയ്യുന്നുണ്ട്, അത്രമാത്രം ഞാൻ അവരെ പറ്റി കൺസേൺഡ് ആണ് എന്നുള്ളത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഈ വ്യക്തി വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഭാര്യയെ പറ്റി എത്രമാത്രം കൺസേൺഡ് ആണ് ഈ വ്യക്തി, ഭാര്യയുടെ വെൽബീയിങ്ങിന് വേണ്ടി അയാൾ എത്രമാത്രം കൺസേൺഡ് ആണ് എന്നുള്ളൊരു പുകമറ സൃഷ്ടിക്കാനും അതുവഴി തൻ്റെ റിയൽ ആയിട്ടുള്ള ഇൻറ്റൻഷൻ, തൻ്റെ റിയൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് മറച്ചു പിടിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു കമ്പോണൻറ്റും കൂടിയാണ് അല്ലേ. രണ്ടാമതായി ഈ ഒരു ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിങ്ങിലേക്ക് വേണ്ടി ആഡ് ചെയ്യുന്ന അടുത്തൊരു ലെയറാണ് ഈ വ്യക്തി ഇടയ്ക്കിടെ കൊടുക്കുന്ന കുറ്റപ്പെടുത്തലുകൾ. എന്താണ് ഈ കുറ്റപ്പെടുത്തലുകൾ? വളരെ സട്ടിലായിട്ടാണ്. നമ്മൾ പൊതുവേ ഒരാളോട് വളരെ എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ട് നീ ചെയ്യുന്നൊക്കെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടും ഒരാൾ കുറ്റപ്പെടുത്തൽ നടത്തുമ്പോൾ ഈ വ്യക്തി അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നത് എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ വളരെ സട്ടിലായിട്ടുള്ള രീതിയിലാണ് ആ കുറ്റപ്പെടുത്തലുകൾ നൽകുന്നതെന്നുണ്ടെങ്കിലോ നമുക്ക് ഇൻസിഡൻസ് ഓർക്കാൻ പോലും പറ്റില്ല. ഓക്കെ, ഈ വ്യക്തി എന്നെ നിരന്തരം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ള സന്ദർഭങ്ങൾ ഓർത്തിരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. എന്നാൽ നമ്മളുടെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം പിന്നെയും വന്നുകൊണ്ടേയിരിക്കുമോ? ഉറപ്പായിട്ടും വന്നുകൊണ്ടേയിരിക്കും. അത്തരം രീതിയിലുള്ള സട്ടിലായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് ഈ ഫിലിമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ നീ ചെയ്യുന്നത് മോശമല്ലേ, ഇങ്ങനെ നീ എപ്പോഴും ചെയ്യുന്നത് എന്തിനാണ്, ഇങ്ങനെയാണോ നീ ഇങ്ങനെ ചെയ്യുന്നത്, എന്നാലും നീ ആ ഒരു മെയ്ഡിനെ കുറ്റപ്പെടുത്തിയില്ലേ, അവർ നിന്നെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിൽ വളരെ സട്ടിലായി നിരന്തരം കുറ്റപ്പെടുത്തലുകൾ കൊടുക്കുക എന്നുള്ളത് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ ഞാൻ ഭയങ്കരമായിട്ട് കെയർ ടേക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നിൻ്റെ വെൽബീയിങ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുള്ള മട്ടിൽ തന്നെ സാരമില്ല, പോട്ടെ ഇനി നീ അത് ചെയ്യാതിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നിൻ്റെ മെൻ്റൽ ഹെൽത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു അക്സെപ്റ്റൻസും കൂടി കൊടുക്കുമ്പോഴോ കേൾക്കുന്ന വ്യക്തിക്ക് അവനവൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള ഗിൽട്ടാണല്ലേ നല്ലതായിട്ട് ഫീൽ ചെയ്യുക. ഒപ്പം ഈ ഒരു വ്യക്തി എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കൃതാർത്ഥതയുമായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിരന്തരം ഇത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ട്രോമ ബോണ്ടിങ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ നമ്മളവരെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലും ആ ഒരു നമുക്ക് ഇവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത രീതിയിൽ ആ കോഗ്നിറ്റീവ് ഡിസോണൻസും എത്രമാത്രം വളർന്നു വരുന്ന ആലോചിച്ച് നോക്കി നോക്കൂ.
കാരണം ഈ വ്യക്തി വളരെ സട്ടിലായി കുറ്റപ്പെടുത്തുന്നതിൻ്റെ കൂടെ തന്നെ അതിനോടൊപ്പം തന്നെ സാരമില്ല പോട്ടെ, ഇനി അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള മെസ്സേജും കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ ഫ്രീക്വൻസിയിലാണ് വ്യത്യാസം. നിരന്തരമായിട്ട് വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ പറയുന്ന കാര്യം മനസ്സ് തുറന്ന് വളരെ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുമാണ് മിക്ക ആൾക്കാരും മുന്നോട്ട് പോവുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇൻറ്റൻഷനലായി തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്ത് കുറ്റപ്പെടുത്തലുകളുണ്ട്, അല്ലെങ്കിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ആ കുറ്റപ്പെടുത്തലുകൾ ഇങ്ങനെ ഒരു മൈക്രോഡോസിങ് എന്നുള്ള പോലെ നിരന്തരം ഒരു ചെറിയ അളവിൽ പോയ്സൺ കൊടുക്കുന്നത് പോലെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നിന്റെ രക്ഷകനാണ് എന്നുള്ള രീതിയിൽ ഒരു ആക്സെപ്റ്റൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു റേഷ്യോ. അപ്പോൾ ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഞാൻ വളരെ മോശക്കാരിയോ ആണെന്ന് തോന്നുകയും ഈ വ്യക്തിയാണ് എന്നെ മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ള ഫീലിങ്ങും അവിടെ വരും. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇതുപോലെ ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലെല്ലാം തന്നെ നേരിടുന്ന ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള രീതിയിൽ ഈ വ്യക്തിക്ക് മാത്രമേ എന്നെ മനസ്സിലാവുള്ളൂ, ഇത്രയും കുറവുകളുള്ള എന്നെ അംഗീകരിക്കാൻ ഈ വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ, എന്നെ വേറൊരു സാധാരണ ഒരാൾക്ക് ഒരിക്കലും എന്നെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ പറ്റില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് ബിലീഫ്സ് ഒരുപാട് നമ്മൾ ഇത്തരം ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ വിക്ടിംസിൽ കണ്ടുവരാറുണ്ട്. അതിൻ്റെ റീസൺ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു മൈക്രോഡോസിങ് എന്നുള്ള പോലെ നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പോയ്സൺ ആണ്. അതായത് എല്ലാ കാര്യത്തിനും നിരന്തരം കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ പോട്ടെ സാരമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിങ്ങും, അല്ലെങ്കിൽ എനിക്കാണ് നിന്നെ മനസ്സിലാവുള്ളൂ, നീ എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും ഞാനാണ് നിന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നത്, നീ എത്ര തെറ്റുകൾ ചെയ്താലും കുഴപ്പമില്ല, ഞാനാണ് നിന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പാട്രണൈസ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതി. അങ്ങനെ കേൾക്കുന്ന ഒരാൾക്ക് അവനവനെ പറ്റി നല്ലൊരു ഫീലിംഗ് അല്ല. ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ മിടുക്കിയാണെന്നൊന്നല്ല അവിടെ ഫീൽ ചെയ്യാം. അയ്യോ ഞാൻ എന്തൊരു മോശം, ഞാൻ എന്തൊരു സാധനം അല്ലേ, ഞാൻ ഭയങ്കര നികൃഷ്ടമായിട്ടുള്ളൊരു സാധനം തന്നെ എന്നുള്ള ഒരു ഫീലിങ്ങും ആ ഒരു ഷെയിമും ഗിൽട്ടുമാണ് നമ്മുടെ മനസ്സിൽ. അതിനോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി എത്രമാത്രം എന്നെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ള കൃതാർത്ഥത. ഈ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരുന്നതിൽ ഇത്തരം സട്ടിലായിട്ടുള്ള ഇടപെടലുകൾക്ക് വലിയ പങ്കുണ്ട്. മൂന്നാമതായി ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ്, ഈ ഒരു ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് നടപ്പിൽ കൊണ്ടുവരുന്നതിൻ്റെ മൂന്നാമതായിട്ടുള്ള ഒരു ലെയറായിട്ട് ഈ ഫിലിം കാണിച്ചിരിക്കുന്നത്, എല്ലാം ചെയ്യുന്നതും എല്ലാതും ഈ വിക്ടിമിൻ്റെ തീരുമാനമാണ്, വിക്ടിമിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്, വിക്ടിമിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള നെറേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പറയുമ്പോൾ വിക്ടിമിനെ അറിയാത്ത, വിക്ടിം പോലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത, വിക്ടിം ഫുൾ ടൈം കൺഫ്യൂസ്ഡ് ആയി ഇതുപോലെ ഞാൻ ഏത് ലോകത്താണ് ദൈവമേ എന്നുള്ള മട്ടിൽ നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പെർപെട്രേറ്റർ കൊണ്ടുവരുന്ന നെറേറ്റീവ് എന്താണ്? വിക്ടിമിൻ്റെ ഡിസിഷനാണെല്ലാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് വിക്ടിമാണ് അവിടെ ഉഷാറായിട്ട് നടന്ന് എല്ലാം ചെയ്യുന്നത്, ഇയാളൊരു പാവം എന്നുള്ള ഫീലിംഗ് ആണ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തി ഈ സിനിമയിൽ ആ ഒരു കുറ്റവാളിയായിട്ടുള്ള ആള് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്, മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈ വ്യക്തിയുടെ ഇഷ്ടത്തിനാണ് ഈ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്, ഈ വ്യക്തിയുടെ ഇഷ്ടമാണ് ഈ ഇങ്ങനെയുള്ള പടങ്ങൾ വരയ്ക്കുന്നത്, ഈ വ്യക്തിയുടെ ഇഷ്ടമാണ് ഇന്ന രീതിയിലൊക്കെ ചെയ്യുക എന്നുള്ളത്, ഈ വ്യക്തിയുടെ ചോയ്സ് അനുസരിച്ചാണ് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ഈ വിക്ടിമിനൊരു ചോയ്സ് ഉണ്ടെന്നും ആ ചോയ്സ് സ്വന്തം ഇഷ്ടത്തോടെ സ്വന്തം കംഫോർട്ട് അനുസരിച്ച് വിക്ടിം നടപ്പിലാക്കുന്നതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ലഭിക്കും. ഇങ്ങനെ തോന്നുമ്പോൾ നമുക്ക് അവിടെ വിക്ടിമിൻ്റെ ഭാഗത്ത് വിക്ടിം സഫർ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ വിക്ടിം എന്നുള്ള ആളവിടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് അവിടെ ബുദ്ധിമുട്ടുകളുണ്ട്, അവർ മാനസികമായിട്ട് തളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാരും ചിന്തിക്കില്ല അല്ലേ? എല്ലാവരും കാണുന്നത് എന്താണ്? എല്ലാവരും കാണുന്നത് വിക്ടിമിൻ്റെ ചോയ്സ് അനുസരിച്ച് വിക്ടിം നല്ലൊരു ജീവിതം ജീവിക്കുന്നു, ആ ജീവിതത്തിന് വേണ്ടി ഈ ഒരു കുറ്റവാളിയായിട്ടുള്ള ആൾ ശരിക്കും എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള നെറേറ്റീവാണ് അവിടെ കൊണ്ടുവരിക. ഈ ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്നതിലൂടെ സൊസൈറ്റലായിട്ടുള്ള ഒരു ഗ്യാസ് ലൈറ്റിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രശ്നം എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ, നീ നിന്റെ ചോയ്സ് അനുസരിച്ചല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, നീ നിന്റെ ഇഷ്ടത്തിനല്ലേ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്, പിന്നെ ഞങ്ങളും ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു പരാതി പറയുന്നത്, നിന്റെ ഇഷ്ടത്തിനല്ലേ ഇന്ന കാര്യങ്ങളെല്ലാം മുൻപിൽ വന്നത്, എന്നിട്ടും ഈ വ്യക്തി നിന്നെ എത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ള നെറേറ്റീവ്സാണ് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് നമുക്ക് ലഭിക്കുക. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് സഫർ ചെയ്യുന്ന വിക്ടിമിന് പോലും തിരിച്ചറിയില്ല എന്നുള്ളിടത്താണ്
ആ ഒരു ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് എത്രമാത്രം നമ്മളെ തളർത്തുന്നു എന്നുള്ളത് തിരിച്ചറിയാനായിട്ട്. അവർ കൊണ്ടുവരുന്ന ഒരു നെറേറ്റീവ് എന്നുള്ളത് ഇതെല്ലാം വിക്ടിമിൻ്റെ ചോയ്സ് ആണ് എന്നുള്ളത്. ആ ചോയ്സ് എടുക്കുന്നതിലേക്ക് വേണ്ടി എത്രമാത്രം ബാക്ക്ഗ്രൗണ്ടിലൂടെയുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. ഉദാഹരണത്തിന് വളരെ സട്ടിലായി തന്നെ പറയുന്ന ചില കമൻറ്റുകൾ, അല്ലെങ്കിലും എനിക്ക് പിന്നെ വേറെ ആരുള്ള, നീ ഇങ്ങനൊരു കാര്യം ചെയ്താലല്ലേ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്താലല്ലേ നമുക്ക് നല്ലൊരു കാര്യം ഉണ്ടാവുക എന്നൊക്കെയുള്ള രീതിയിൽ വളരെയധികം മാനിപ്പുലേഷൻസ് അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ടായിരിക്കും. ഈ മാനിപ്പുലേഷൻസിൻ്റെ പുറത്തായിരിക്കും വിക്ടിം ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ അവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന മാനിപ്പുലേഷൻസിനെ അഡ്രസ്സ് ചെയ്യാതെ ഇതെല്ലാം വിക്ടിമിൻ്റെ ചോയ്സ് ആണെന്നും അതിൻ്റെ എല്ലാം കോൺസിക്വൻസ് ഈ ഒരു വിക്ടിമിനുള്ളതാണ് എന്നും ഈ ഒരു വിക്ടിം എന്നുള്ള വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തീരുമാനങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരാളാണെന്നും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഞാനൊരു പാവം കെയർ ടേക്കർ, അല്ലെങ്കിൽ ഞാനൊരു പാവം ഇത്രയും കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നടക്കുന്ന ഒരാൾ എന്നുള്ളൊരു ഇമേജും കൊണ്ടുവരാനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം രീതിയിലൂടെ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തൊരു ലെയറാണ് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു വിക്ടിം അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അത്ര ഹെൽത്തി അല്ല, ഇമോഷണലി അത്ര ഉറപ്പുള്ള ഒരാളല്ല എന്നൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നെറേറ്റീവ്സ്. ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു വിക്ടിം എന്നുള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയില്ല, കഴിവില്ല എന്നും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനാണ് എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം അവിടെ കൊണ്ടുവരാനും ഈ ഒരു രീതിയിലൂടെ അവർക്ക് സാധിക്കും. കേൾക്കുന്ന മറ്റുള്ളവർക്കാണെങ്കിലോ അവർക്ക് വലിയ പ്രാപ്തിയൊന്നുമില്ല എന്നുള്ള രീതിയിലായിരിക്കും മറ്റുള്ളവർ ചിലപ്പോൾ ഈ ഒരു വിക്ടിമിനെ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ മറ്റുള്ളവരോട് അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല, റൈറ്റ്, അവൾക്ക് അതൊക്കെ പ്രശ്നമാവുമോ എന്നറിയില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇയാളൊരു രോഗിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ സാധിക്കാം. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അവിടെ ഇതേ പറഞ്ഞ രീതിയിൽ തന്നെയും കാണാറുണ്ട്. അതുകൂടാതെ തന്നെ അവർക്ക് അത്ര തന്നെ ഒരു പ്രാപ്തി ഇല്ല എന്നും എൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വ്യക്തി സർവൈവ് ചെയ്യുന്നത് എന്നും പുറമെ പലപ്പോഴും ആ ഒരു ഇമേജ് കൊണ്ടുവരാറുണ്ട്. ഇനി പലപ്പോഴും പുറമേക്ക് മാത്രമല്ല, നേരിട്ട് വിക്ടിമിനോടും പറയുന്നത് ഈ രീതിയിലായിരിക്കും. നിനക്കല്ലെങ്കിലും ഒരു കൺട്രോളും ഇല്ല, നിനക്കല്ലെങ്കിലും യാതൊരു കഴിവുമില്ല, നിനക്കല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള കഴിവില്ലല്ലോ, ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നേരിട്ട് വിക്ടിമിനോടും പറയാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താ? എനിക്ക് അത്ര കഴിവൊന്നുമില്ല, എനിക്ക് അത്ര പ്രാപ്തിയൊന്നുമില്ല, എല്ലാം ഈ ഒരു വ്യക്തിയാണ് ഡീൽ ചെയ്യുന്നത്, ചെയ്യട്ടെ എന്നുള്ളൊരു നെറേറ്റീവിലേക്കായിരിക്കും പലപ്പോഴും മുൻപിലുള്ള ആൾക്കാർ എത്തുക. ഈ ഒരു രീതിയിലൂടെ കണക്കാക്കുമ്പോൾ എത്രമാത്രം ആ ലെയേഴ്സ് എന്നുള്ളത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ വിക്ടിമിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും ഈ ഫിലിമിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. അവനവനെ തന്നെ ഡൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം. സെൽഫിനെ ഡൗട്ട് ചെയ്യുക, എൻ്റെ മിസ്റ്റേക്ക് ആണോ, ഞാൻ അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ, ഞാനൊരു മറവിക്കാരിയാണ്, എനിക്കിതിനൊന്നും ഒരു പ്രാപ്തിയില്ല എന്നുള്ളത് ഈ ഒരു വിക്ടിം സ്വയമേ അംഗീകരിച്ചിട്ടുള്ളതായിട്ട് ഫിലിമിൽ കാണാൻ പറ്റും. എനിക്ക് ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് മറന്നുപോകും എന്നുള്ളത് രീതിയിൽ ഈ വ്യക്തി അംഗീകരിക്കുന്നുണ്ട്. ഇതേപോലെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളെ പറ്റി അങ്ങനെ അംഗീകരിക്കുന്ന ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഞാൻ ഒരു ദേഷ്യക്കാരിയാണ്, ഞാൻ ഒരു മറവിക്കാരനാണ്, ഞാൻ കഴിവില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ദുഷ്ടനോ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഹേർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള അവനവനെ പറ്റിയിട്ട് തന്നെയുള്ള ഒരുപാട് ബിലീഫ്സ് നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരൊറ്റ ഇൻസിഡൻറ്റിൽ നിന്നല്ല ഇത്തരം ബിലീഫ്സ് കയറിയിട്ടുള്ളത്. ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നിരന്തരം നമുക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവ് മെസ്സേജസിൽ നിന്നാണ് ഈ ഒരു ബിലീഫ് നമ്മളുടെ ഉള്ളിൽ വരുന്നത്. പലപ്പോഴും നമ്മൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഉദാഹരണത്തിന് പലപ്പോഴും നമുക്കറിയാം, നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ നിൽക്കുന്ന ആളുകളെന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് അവനവൻ്റെ നീഡ്സിനെ എടുത്ത് കെണിച്ചിലിട്ട് മുൻപിലുള്ള ഒരാളിനെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മുൻപിലുള്ള ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിലും അവരുടെ നീഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിലും പെരുമാറുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീപ്പ് ഡൗൺ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള റീസൺസ് കണ്ടെത്താൻ പറ്റും. മറ്റുള്ളവർ എന്നെ ഭയങ്കര ദേഷ്യക്കാരനോ ആയിട്ട് കാണാതിരിക്കാനാണ് ഞാൻ പീപ്പിൾ പ്ലീസ് ചെയ്യുന്നത്
എന്നുള്ള രീതിയിലുള്ള റിയാലിറ്റികൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വളരെ ഡീപ്പായിട്ടുള്ള, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ വളരെ ഡീപ്പായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണിത്. പെട്ടെന്ന് ഒറ്റ വഴിക്ക് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല, പക്ഷേ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ നമ്മൾ പീപ്പിൾ പ്ലീസിങ്ങിലേക്ക് പോകുന്നതിനുള്ള പല റീസൺസും ഇതുപോലെയുള്ള ബ്ലോക്കിംഗ് ആയിട്ടുള്ള ബിലീഫ്സ് ആണ്. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞാൻ ഭയങ്കര സാധനമാണ്, എനിക്ക് കഴിവില്ല എന്നുള്ളൊക്കെയുള്ള തോന്നലിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന അവനവൻ്റെ നീഡ്സിൽ നിന്ന് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് മുൻപിലുള്ള ഒരു ആളുടെ നീഡ്സിനൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഒരിക്കലും ദേഷ്യക്കാരനാണ് എന്നുള്ളൊരു ഇമേജ് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലീസ് ചെയ്യുക, മറ്റുള്ളവരോട് താഴ്ന്നു നിൽക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെൽഫ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത്. ഞാൻ അങ്ങനെയാണോ, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് എന്നൊക്കെയുള്ള രീതി ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് കയറി വരിക എന്നുള്ളതിൽ ഇത്തരം ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ കമ്പോണൻസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു കാര്യമാണ്, ഇത് നമ്മളിലുണ്ടാക്കുന്ന എഫക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന അടുത്തൊരു കാര്യമാണ് എക്സ്ട്രീം ആയിട്ടുള്ള കൺഫ്യൂഷൻ. ഈ ഫിലിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു വ്യക്തി നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആണോ, ഞാൻ അങ്ങനെയാണോ, ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടോ, എനിക്കറിയില്ലല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നിരന്തരം വളരെ കൺഫ്യൂഷനോട് കൂടി തന്നെ കൂടെയുള്ളവരോട് ഈ വ്യക്തി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് ഈ സിനിമയിൽ കാണിക്കുന്നത് ഈ വ്യക്തിയുടെ മറവിരോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിരന്തരമായിട്ടുള്ള ഇത്തരം ഗ്യാസ് ലൈറ്റിങ് കിട്ടുമ്പോൾ എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇത്തരം കൺഫ്യൂഷൻ എന്നുള്ളത്. ശരിക്കും അപ്പോൾ എന്താ പറയുക, പലപ്പോഴും അവനവൻ്റെ നെറേറ്റീവിൽ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന എൻ്റെ ലൈഫിലുള്ള നടന്ന ഇത്തരം ഈ ഒരു സ്റ്റോറി, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായിട്ടുള്ള എൻ്റെ സഫറിങ് എന്നുള്ളത് ശരിയാണ് എന്ന് പോലും അവനവനോട് സമ്മതിക്കാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. മേ ബി ഞാനിത് ബിൽഡപ്പ് ചെയ്യുന്നതാണെങ്കിലോ, മേ ബി ഞാൻ ഇമാജിൻ ചെയ്യുന്നതാണെങ്കിലോ, മേ ബി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ അത്ര കഴിവുള്ള ഒരാളല്ല, ഞാൻ അതുപോലെ മഹാദുഷ്ടയും അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരാളൊക്കെയാണ് ഞാൻ, അപ്പോൾ ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവനവൻ്റെ ഭാഗം തന്നെ വാലിഡേറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആ ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ്. എനിക്ക് എൻ്റെ ഭാഗം ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത രീതിയിൽ ഗ്യാസ് ലൈറ്റഡ് ആയി മാറുമ്പോഴാണ് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കടന്നു വരുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള നെഗറ്റീവ് ബിലീഫ്സ് എന്നുള്ളതിന് വലിയ റോളുണ്ട്. ഈ ബിലീഫ്സ് ഉണ്ടാക്കി തന്നതിലാവട്ടെ ഇത്തരം നിരന്തരമായിട്ടുള്ള ഗ്യാസ് ലൈറ്റിങ്ങിന് വലിയ ഒരു റോള് ഉണ്ട് താനും. അടുത്തതായി ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ് ഈ ഒരു വ്യക്തി സത്യം തിരിച്ചറിയാനായിട്ട് എടുക്കുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഈ വ്യക്തി എഴുതി വയ്ക്കുന്നു, പ്രൂഫ് അന്വേഷിക്കുന്നു, എവിഡൻസ് അന്വേഷിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു, മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന പല പല കാര്യങ്ങളും എടുത്ത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ഫോണിൽ എടുത്തിട്ടുള്ള ഫോട്ടോ നോക്കുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഫ്രാൻറ്റിക്കായിട്ട് ഈ ഒരു വിക്ടിം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ഗ്യാസ് ലൈറ്റിങ്ങിൻ്റേതായിട്ടുള്ള എഫക്റ്റ് വരുമ്പോഴെല്ലാം തന്നെ നമ്മളും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ എഴുതി നോക്കുക, ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം വന്നത് എന്ന് കണ്ടെത്താം, ഇതിനകത്ത് എന്നെ കുറ്റപ്പെടുത്തുന്ന ഈ കാര്യങ്ങളിൽ റിയാലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ചിലപ്പോൾ നമ്മളെപ്പറ്റി തന്നെയുള്ള ബിലീഫ്സ് ഇങ്ങനെയായിരിക്കും. നമ്മളപ്പോൾ കൂടെയുള്ളവരോട് ചോദിക്കുക, ശരിക്കും അങ്ങനെയാണോ, ഞാൻ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണോ, ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായോ എന്നുള്ള രീതിയിൽ നമ്മൾ പെർമിഷൻ ചോദിക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ചോദിക്കുക. നമ്മളുടെ ഫ്രണ്ട്സിനോടോ നമ്മളുടെ കൂടെയുള്ള ആളുകളോടോ ഇടയ്ക്കിടെ പോയി നമ്മൾ ചോദിക്കുക, ശരിക്കും ഞാൻ അങ്ങനെ ബാഡായിട്ടുള്ള ഒരാളാണോ, ശരിക്കും ഇതിനകത്ത് ഞാൻ ചെയ്തത് തെറ്റാണോ, ഞാൻ ചെയ്തത് ശരിയാണോ, ഇതിന് എവിഡൻസ് എന്താണ് എന്നുള്ളത് അന്വേഷിക്കാം. ആ ഒരു ഫ്രാൻറ്റിക് ആയിട്ടുള്ള ഒരു എഫേർട്സ് എന്നുള്ളത് സത്യം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നടത്തുന്ന ആ ഒരു ഫ്രാൻറ്റിക് എഫേർട്സ് എന്നുള്ളത് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇത്തരം ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫിലിമിൽ അതൊരു ക്രൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇൻ റിയൽ ലൈഫ് ഇത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ഇല്ലാത്ത നമ്മളെയൊക്കെ വളരെ ഓർഡിനറി ആയിട്ടുള്ള ലൈഫുകളിൽ എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സത്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ നടത്തുന്ന ആ ഒരു ഫ്രാൻറ്റിക് ആയിട്ടുള്ള എഫേർട്സ് ആണ്. നമ്മൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, എവിഡൻസ് കളക്ട് ചെയ്യുന്നു, കോൺവെർസേഷൻസ് നോട്ട് ചെയ്ത് വെക്കുന്നു. നമ്മൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എന്താണ് സത്യം, എന്താണ് തെറ്റ് എന്നുള്ളത്. ഇതെല്ലാം വരുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു കൺഫ്യൂഷനിൽ നിന്നുമാണ്. ഇത്തരം സിറ്റുവേഷൻസിലെല്ലാം തന്നെ ഈ ഒരു ഫിലിമിൽ ഈ വ്യക്തിക്ക് ആ ഒരു വാലിഡേഷൻ കിട്ടുന്നത്
ഈ സൈക്കോളജിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ഉറപ്പുകളാണ്. ഫിലിമിൽ കാണിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് വന്ന് ഇങ്ങനെയാണ് സത്യം, നീ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുമ്പോഴാണ് പിന്നെയും ആ ഒരു വിക്ടിമിന് ഒരു ഉറപ്പ് വരുന്നത് അല്ലേ. നമ്മുടെ ലൈഫിലാണെങ്കിലും ഇത്തരം ഇടപെടലുകളിലേക്കെല്ലാം വരുമ്പോൾ പലപ്പോഴും പുറത്തു നിന്നുള്ള ഒരു വാലിഡേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് അറിയാം, പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ വളർന്നു വരുന്ന കുട്ടികളൊക്കെ തന്നെയാണെങ്കിലും വളർന്നു വരുമ്പോൾ ചിലപ്പോൾ അവരുടെ പാർട്ട്ണർ കല്യാണം കഴിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ ആയിരിക്കും പറയുന്നത് ഇങ്ങനെയല്ല റിയാലിറ്റി, ഇതിൽ പ്രശ്നങ്ങളുണ്ട്, ഈ സിസ്റ്റത്തിനകത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇങ്ങനെയല്ല എന്ന് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കോവർക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം. പലപ്പോഴും ഫ്രണ്ട്സൊക്കെ തന്നെ ആയിരിക്കാം പറയുന്നുണ്ടായിരിക്കാം ഇതെങ്ങനെയല്ല. അങ്ങനെ ഒരു വാലിഡേഷൻ എന്നുള്ളത് പലപ്പോഴും ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് പെട്ട ഒരാൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റം നമ്മൾ കാണുകയാണെങ്കിൽ ഇവരെല്ലാം കൂടി ഇതിനകത്ത് ഇന്നൊരാളെ ടാർഗറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്, നമുക്കിതറിയാം, നമുക്ക് എന്താണ് അവിടെ പറയാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ. പലപ്പോഴും അവർ നമ്മളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഇതിൽ എന്താണ് റിയാലിറ്റി എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു വാലിഡേഷൻ എന്നുള്ളത് പലപ്പോഴും അവർക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഒരു തേർഡ് പേഴ്സൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ പറയുന്ന ചില കമൻസ് ഉണ്ട്, ഇത് ശരിയല്ല, ഇവർ നിന്നെ അവിടെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയായിട്ടല്ല എന്നൊക്കെ പറയുന്ന ചില കമൻറ്റുകൾ, ഈവൻ ദോ ആ മൊമെൻറ്റിൽ അവർ അതിൽ ആക്ഷൻ ഒന്നും എടുത്തില്ലെങ്കിലും ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അവർ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്, അന്ന് ഈ വ്യക്തി എന്നോട് ഇത് പറഞ്ഞതാണ്, അന്ന് ഇന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞിരുന്നു ഇതിലെന്തോ എന്നുള്ളത് പിന്നീടായിരിക്കാം ചിലപ്പോൾ അവർക്ക് വാലിഡേഷനായിട്ട് ഉള്ളിലേക്ക് തങ്ങുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്റ്റിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതേപോലെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിക്കുന്ന അടുത്തൊരു ലെയറാണ്, ഈ ഒരു വിക്ടിമിനെ പറ്റി എനിക്ക് എല്ലാം അറിയാം, എനിക്കാണ് എല്ലാം അറിയാവുന്നത്, ഇത്രയും കാലമായിട്ട് കണ്ടോ എനിക്കറിയാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ഇത്തരം ആളുകളുടെ ഭാഗത്തുനിന്നെല്ലാം ഇത്തരം കമന്റ്സ് ഉണ്ടാവാറുണ്ട്. എനിക്കറിയില്ലേ, ഞാനല്ലേ ഈ പേഴ്സണെ വളർത്തിക്കൊണ്ട് വന്നത്, എനിക്കറിയില്ലേ, ഞാനല്ലേ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത്, എനിക്കറിയാം ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ് എന്നുള്ളത്, ഈ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ഞാൻ മാത്രമാണ് എന്നുള്ള രീതിയിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു കുറ്റവാളി, ഈ ഒരു ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന വ്യക്തി ഉറപ്പിച്ചുകൊണ്ട് പറയുകയും അതിൽ നിന്നുകൊണ്ട് പറയാണ് ഇവർ വളരെ മോശക്കാരാണ്, ഇവർക്ക് വളരെ പ്രശ്നങ്ങളുണ്ട്, ഇവര് മെന്റലി അൺസ്റ്റേബിൾ ആണ്, ഇവർക്ക് അങ്ങനെയാണ്, ഇവർക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആരും സ്വാഭാവികമായിട്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോകും. ഉറപ്പായിട്ടും ഇത് കേൾക്കുന്ന വിക്ടിമും കൺഫ്യൂസ്ഡ് ആവും. ഇനി ശരിയാണെങ്കിലോ, എന്നെ ഇത്രയും നാള് എൻ്റെ കൂടെ നിന്ന ആളല്ലേ, അയാൾക്ക് എന്നെ പറ്റി അറിയുന്നുണ്ടായിരിക്കുമല്ലോ, ശരിക്കും ഞാൻ അങ്ങനെയുള്ള ഒരാളാണെങ്കിലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ടുവരുന്നതിൽ ഇവരുടെ ഈ ഒരു അപാരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വളരെ വലിയൊരു ഫാക്ടറാണ്. ഇത്രയും കാലം കൊണ്ട് എനിക്ക് അറിയുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയി ഇവർ നടത്തുന്ന ഇത്തരം പ്രസ്താവനകളാണ് അതിന് പിന്നിൽ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇത്തരം കൺഫ്യൂഷൻസും കൂടി ആവുമ്പോൾ പറയാനില്ല, നമ്മൾ ആ സെൽഫ് ബ്ലെയിമിലേക്കും സെൽഫ് ഡൗട്ടിലേക്കും പോയി നമ്മളുടെ ഒരുപാട് വർഷങ്ങൾ ആ കൺഫ്യൂഷനിൽ നിന്ന് തന്നെ ഈ റിലേഷൻഷിപ്പിൽ സർവൈവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇതെല്ലാം, എന്താണ് ഇതിനകത്തുനിന്നെല്ലാം ഈ വ്യക്തിക്ക് കിട്ടുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിലിമിൽ കാണിച്ചിരിക്കുന്നത്, ഈ ഫിലിമിലെ പെർപെട്രേറ്ററിന് കിട്ടുന്നത് എന്താണ്, അയാൾക്ക് അയാളുടെ പ്ലഷർ കണ്ടിന്യൂ ചെയ്ത് കിട്ടുന്നതിനും അയാൾക്ക് ആ ഒരു ക്രൈം നടത്തുക എന്നുള്ളതിന് എളുപ്പ വഴി ഉണ്ടാവുന്നതിനും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു വിക്ടിമിനെ അയാൾ ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ ഉപയോഗിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന പല ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലും ഉത്തരം വേറൊന്നല്ല, അവനവന്റെ പ്ലഷറിന് വേണ്ടി തന്നെയാണ് ഇത്തരം ആളുകൾ ഇന്റൻഷനലി ഇതുപോലെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത്. അവനവന് തെറ്റുമറയ്ക്കാൻ, അവനവന് വേണ്ടുന്ന കാര്യങ്ങൾ ലഭ്യമാവാൻ, അവനവന് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടുന്നതിന് വേണ്ടി, ചുരുക്കത്തിൽ പറഞ്ഞാൽ അവനവന്റെ സേഫ്റ്റിക്കും അവനവന് ആക്സെപ്റ്റൻസ് കിട്ടുന്നതിനും അവനവന് മുൻപിലേക്ക് പോകുമ്പോൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇതിനകത്ത് വേറൊരു ഉത്തരമില്ല. ഈ തരം കാര്യങ്ങൾ പക്ഷെ തിരിച്ചറിഞ്ഞ് അവിടെ ആ ഒരു വിക്ടിം എൻ്റെ ചോയ്സ്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുക എന്നുള്ളതിലേക്കും, എനിക്ക് ഈ ഒരു സ്പേസ് ഇതല്ല എൻ്റെ റിയാലിറ്റി എന്ന് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് എൻ്റേതായിട്ടുള്ള ഒരു ചോയ്സിലേക്കും ഈ ഒരു വിക്ടിമിന് മാറാൻ പറ്റുമ്പോഴാണ് അവർക്ക് അവിടെ ഇനി മുൻപിലേക്ക് സർവൈവ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. അതും ഈ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവസാനം അവർ അതിൽ നിന്ന്
ഈ ഒരു പെർപെട്രേറ്ററിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ഇതിനെ പറ്റിയെല്ലാം വ്യക്തതയോടുകൂടി ഈ പേഴ്സണ് മനസ്സിലാവുന്ന ചില മൊമെന്റ്സ് ഓഫ് ക്ലാരിറ്റി ഉണ്ട്. ചില മൊമെന്റുകൾ നമ്മുടെ ലൈഫിൽ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ട്. ഈ ഒരു ഫിലിമിൽ കാണിച്ചിരിക്കുന്ന ചില മൊമെന്റ്സിലകത്ത് നമുക്ക് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും. ക്ലൈമാക്സിനോടനുബന്ധിച്ച് ചില മൊമെന്റ്സിൽ ഈ ഒരു വിക്ടിം സത്യം ഉൾക്കൊണ്ട് തന്നെ ഈ ഒരു പെർപെട്രേറ്ററിനെതിരെ സ്റ്റാൻഡ് എടുക്കുന്ന ചില മൊമെന്റ്സ് നമുക്ക് അറിയാൻ സാധിക്കും. അതേപോലെ നമ്മളുടെ റിയൽ ലൈഫിലും ഗ്യാസ് ലൈറ്റിങ്ങിനെതിരെ മതി, ഐ എം ഡൺ എന്നുള്ള രീതിയിൽ ഇത് ഈ ഒരു മൊമെൻറ്റോടുകൂടി എനിക്ക് വ്യക്തമായി ഇതെൻ്റെ മിസ്റ്റേക്ക് അല്ല, ഇതൊരിക്കലും എൻ്റെ പ്രശ്നമല്ല, ഇനി ഒരിക്കലും എന്നെ ബലിയാടാക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. ഈ മൊമെൻറ്റ്സ് ആണ് നമ്മുടെ ലൈഫിനെ പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഓൾട്ടർ ചെയ്യുന്നത്. ഈ പറയുന്ന ഈ കൺഫ്യൂഷനിൽ നിന്നും മാനിപ്പുലേഷനിൽ നിന്നും ബ്ലെയിം ഗെയിമിൽ നിന്നും എല്ലാം തന്നെ വേർപെട്ടുകൊണ്ട് എൻ്റെ മെൻ്റൽ ഹെൽത്ത് എനിക്ക് പ്രയോറിറ്റി ആണെന്ന് ഡിസൈഡ് ചെയ്ത് അതിൽ സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഇത്തരം മൊമെൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ക്ലാരിറ്റിയുള്ള 100% ക്ലാരിറ്റിയുള്ള ഇതിലെനിക്ക് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഡിസിഷനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഇത്തരം മൊമെൻറ്റ്സ് എന്നുള്ളത് എത്രമാത്രം നമ്മളെ സഹായിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും. ഇത്തരം മൊമെൻറ്റ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് പലപ്പോഴും ഹീലിംഗിലേക്ക് വരുമ്പോൾ, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ, ഇത്തരം സ്പേസസിൽ നിന്ന് നമ്മളുടേതായിട്ടുള്ള സെൽഫിലേക്ക് മാറിപ്പോവുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി തന്നുകൊണ്ട് നമുക്ക് കാണേണ്ടുന്ന ഒരു പോയിന്റ്. ആ ഒരു സ്പേസിലേക്ക് എത്തുക എന്നുള്ളതാണെങ്കിലോ അത്ര ഈസിയും അല്ലതാനും. എല്ലാവർക്കും ആ ഒരു സ്പേസിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങളുടെ റിയാലിറ്റിയിൽ തന്നെ ഉറപ്പിച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ നേരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സെക്യൂർ ആയിട്ടുള്ള സ്പേസിൽ നിന്ന് നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. അതിന് എല്ലാവർക്കും സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.